ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷമീസ് കിച്ചൻ. എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്നതും അതുപോലെ തന്നെ വളരെ ടേസ്റ്റിയുമായിട്ടുള്ള നല്ലൊരു കറി ലീവ്സിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കണ്ടേക്കണം. കൂടെ തന്നെ നമ്മുടെ ഷമീസ് കിച്ചൻ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇത് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ആ കൂടെ തന്നെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കനിൽ ഓൾ കൂടി ഒന്ന് മറക്കാതെ പ്രസ് ചെയ്തേക്കണം. എന്നാൽ ശരി, നമുക്ക് വേഗം വീഡിയോയിലേക്ക് പോകാം. ഫസ്റ്റ് നമുക്ക് വേണ്ട എന്താണെന്ന് വെച്ചാൽ, ഞാനിപ്പോൾ ഇതുപോലെ ഒരു കടായിലേക്ക് കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട്. അപ്പോൾ നല്ലതുപോലെ ഒന്ന് ചൂടായി വരികയാണ്. അപ്പോൾ നന്നായിട്ടൊന്ന് തിളച്ച് തുടങ്ങുമ്പോഴത്തേക്കും ഇതിലേക്ക് നമുക്ക് ഏകദേശം ഇതുപോലെ ഒരു 1.5 കപ്പ് അളവിൽ ഞാനിപ്പോൾ അരി എടുത്തിട്ടുണ്ട്. ബസ്മതി റൈസ് തന്നെയാണ്. ബസ്മതി റൈസിലും കൈമാ റൈസിലും ജീര റൈസിലും ഒക്കെ നമുക്ക് തയ്യാറാക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ ഇതുപോലെ ഈ ഒരു അളവിൽ ഞാനിപ്പോൾ അരിയൊക്കെ നന്നായിട്ടൊന്ന് കഴുകി എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഈ തിളച്ചുകൊണ്ടിരിക്കുന്ന ഈ വെള്ളത്തിലേക്ക് ഒന്ന് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. നമ്മുടെ റൈസ് എല്ലാം ഇപ്പോൾ നല്ലതുപോലെ ഒന്ന് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഈ സമയം നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ ഒരല്പം എണ്ണയും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇതുപോലെ പരസ്പരം ഇങ്ങനെ ഒട്ടിപ്പിടിച്ചിരിക്കില്ല, അതിൻ്റെ പേരിൽ മാത്രമാണ് ഒരല്പം എണ്ണയും കൂടി ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇത് വന്നിട്ട് ഇത് തിളയ്ക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം ഒരു 5-6 മിനിറ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ തന്നെ നന്നായിട്ട് നമ്മുടെ ചോറൊക്കെ വെന്തിട്ടുണ്ട്. ഇതുപോലെ റൈസ് എല്ലാം നല്ലതുപോലെ വെന്തിട്ടുണ്ട്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ഒരു 80-90% മാത്രമേ വേകാൻ വേണ്ടി പാടുള്ളൂ. കാരണം നമുക്കിതെല്ലാം ഈ വെള്ളം കംപ്ലീറ്റ് മാറ്റിയിട്ട് അങ്ങനെ വെച്ചിരിക്കുമ്പോൾ ആ ചൂടിലിരുന്ന് കുറച്ചുകൂടി വെന്ത് കിട്ടും. അതിൻ്റെ പേരിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് വേവിച്ചെടുക്കുക, എങ്കിൽ പിന്നെ എല്ലാം കൂടി കുഴഞ്ഞു പോകും. അതിൻ്റെ പേരിൽ ഞാനിപ്പോൾ ഇതുപോലെ ഈ ഒരു അളവിൽ തന്നെ ഇതിപ്പോൾ എടുക്കുകയാണ്. ഇതിപ്പോൾ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇത്രയും തന്നെ മതിയാവും. ഇനി നമുക്ക് ഈ വെള്ളം കംപ്ലീറ്റ് ആയിട്ട് മാറ്റി വെക്കാം. അരിയൊക്കെ ഒന്ന് നന്നായിട്ട് വേവിച്ചെടുത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേണ്ട എന്താണെന്ന് വെച്ചാൽ, മറ്റൊരു കടായി ഒന്ന് അടുപ്പത്തേക്ക് വെച്ചിട്ട് അതിലേക്ക് ഒരു അല്പം എണ്ണ ചേർത്ത് കൊടുക്കാം. തീരെ അളവിൽ ഒരു 2 ടീസ്പൂൺ അളവിൽ മാത്രം എണ്ണ മതിയാവും. അപ്പോൾ എണ്ണയൊക്കെ ഒന്ന് ചൂടായി വരട്ടെ. എണ്ണ ഒന്ന് നന്നായി ചൂടായി വരുമ്പോഴത്തേക്കും പിന്നെ നമുക്കിതിലേക്ക് വേണ്ടതാണ് ഇതുപോലെ കുറച്ച് കടലപ്പരിപ്പ്. ഇത് വന്നിട്ട് ഏകദേശം ഒരു 2.5 ടേബിൾ സ്പൂൺ അളവിൽ കടലപ്പരിപ്പ് എടുത്തിട്ടുണ്ട്. അത് നമുക്കിതിലേക്ക് ചേർക്കാം. അതുപോലെ തന്നെ സെയിം അളവിൽ ഒരു 2.5 ടേബിൾ സ്പൂൺ അളവിൽ തുവരപ്പരിപ്പും കൂടി നമുക്ക് ആവശ്യമായിട്ടുണ്ട്. അതും ഇതിലേക്ക് ചേർക്കുകയാണ്. കൂടെ തന്നെ ഒരു 1.5 ടേബിൾ സ്പൂൺ അളവിൽ മുഴുവൻ ഉഴുന്നും ആവശ്യമായിട്ടുണ്ട്. അതും ചേർക്കുകയാണ്. ഇനി നമുക്ക് ഇത് നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം. ചെറുതായിട്ട് ഇതിൻ്റെ ആ പച്ചമണമൊക്കെ മാറിയിട്ട് നല്ല രീതിയിൽ ഇതൊന്ന് വറുത്ത് കിട്ടണം. ആ ഒരു രീതിയിൽ, കാരണം നമുക്കിത് പിന്നീട് പൊടിച്ചെടുക്കാനുള്ളതാണ്. അതിൻ്റെ പേരിൽ നന്നായിട്ട് നമ്മളിതൊന്ന് വറുത്തെടുക്കണം. ഫ്ലെയിം എല്ലാം മീഡിയത്തിൽ തന്നെ വെച്ചിട്ട് നമുക്കിത് വറുത്തെടുത്താൽ മതിയാവും. ഇതുപോലെ നന്നായിട്ട് ഇതെല്ലാം ഒന്ന് വറുത്തെടുത്തിട്ടുണ്ട്. അതിൻ്റെ കളറൊക്കെ ഒന്ന് ലൈറ്റായിട്ട് മാറി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ആയിക്കഴിഞ്ഞാൽ ഇനി നമുക്കിതിലേക്ക് വേണ്ട എന്താണെന്ന് വെച്ചാൽ, കുറച്ച് വറ്റൽമുളകും കൂടിയാണ്. അപ്പോൾ നമ്മുടെ എരിവിനനുസരിച്ചിട്ടുള്ള വറ്റൽമുളക് ഈ സമയം നമുക്കിതിലേക്ക് ചേർക്കാം. അതുപോലെ തന്നെ ഏകദേശം 1 ടേബിൾ സ്പൂൺ അളവിൽ മുഴുവൻ മല്ലിയും കൂടി നമുക്ക് ആവശ്യമായിട്ടുണ്ട്. അതും ചേർക്കുകയാണ്. ഇതിനോടൊപ്പം തന്നെ ഒരു കൈപ്പിടി നിറയെ കറിവേപ്പിലയും കൂടി. അപ്പോൾ ഈ കറിവേപ്പിലയും ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ നമുക്ക് എല്ലാം കൂടി ഒന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ നമ്മൾ എടുക്കുന്ന അരിയുടെ അളവ് അനുസരിച്ചിട്ട് വേണം നമുക്ക് കറിവേപ്പിലയുടെ അളവ് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാവുന്നത്. അപ്പോൾ ഞാനിപ്പോൾ ഈ ഒരു അളവിലാണ് എടുത്തിട്ടുള്ളത്. കുറച്ചുകൂടി വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ ചേർക്കാം കേട്ടോ, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇതിൽ നിന്ന് കുറയ്ക്കാൻ വേണ്ടി നിൽക്കരുത്. അപ്പോൾ ഇത് ഇത്രയും ചേർത്ത് കൊടുത്തതിന് ശേഷം കറിവേപ്പിലേക്ക് നല്ലതുപോലെ ഇങ്ങനെ മൊരിഞ്ഞ് തുടങ്ങൂലേ, അതായത് കളറൊക്കെ ഒരുപാട് മാറ്റി തുടങ്ങണ്ട, പകരം ഇങ്ങനെ മൊരിഞ്ഞ് തുടങ്ങുന്ന സമയമാകുമ്പോഴത്തേക്കും പിന്നെ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഈ ഒരു സ്റ്റേജിൽ നമുക്കിനി ഒരു കാര്യം കൂടി ആവശ്യമായിട്ടുണ്ട്. ഇതുപോലെ ഒരല്പം പുളിയും കൂടി. ഇതുപോലെ ഒരു നെല്ലിക്കായ സൈസിലാണ് കുറച്ച് പുളി എടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ മറക്കാതെ ചേർത്തേക്കാം കേട്ടോ. ഒരല്പം പുളിയും കൂടി നമുക്ക് ആവശ്യമായിട്ടുണ്ട്. അപ്പോൾ ഇത് ഇത്രയും തന്നെ മതിയാവും. ഞാനിനി ഫ്ലെയിം ഓഫ് ചെയ്യാണ്. അപ്പോൾ ഇത് നല്ല ചൂടാണ്. അപ്പോൾ ഈ ചൂടൊന്ന് ചെറുതായിട്ടൊന്ന് മാറിയതിന് ശേഷം മിക്സിയുടെ ചെറിയ ജാറിലേക്കൊന്ന് മാറ്റിയിട്ട് നല്ലതുപോലെ നമുക്കൊന്ന് പൊടിച്ചെടുത്തിട്ട് വരാം. ഞാനിപ്പോൾ ഇതുപോലെ നന്നായിട്ട് ഇതൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിൽ വേണം നമുക്കിത് പൊടിച്ചെടുക്കാനായിട്ട്. അതായത് നല്ലതുപോലെ പൗഡർ പോലെ അങ്ങനെ പൊടിഞ്ഞ് കിട്ടാൻ വേണ്ടി പാടില്ല. ഇതുപോലെ തരി തരിയായിട്ട് ഉണ്ടാവണം. അപ്പോൾ ഇങ്ങനെ കിട്ടിയ ഈ മസാല കൂട്ട് നമുക്ക് ചെറിയൊരു ബോട്ടിലാക്കിയതിന് ശേഷം ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് നാൾ കേടാകാതെ ഇരിക്കും. അപ്പോൾ എപ്പോഴൊക്കെ നമുക്കിത് വന്നിട്ട് കറിവേപ്പില റൈസ് നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കണമെന്ന് തോന്നുന്നു, ആ സമയത്ത് നമുക്കിത് ചേർത്ത് തയ്യാറാക്കി എടുക്കാവുന്നേ ഉള്ളൂ. എന്നാൽ ശരി, നമുക്ക് പെട്ടെന്ന് തന്നെ ബാക്കി കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്ത് തുടങ്ങാം. ഇനി നമുക്ക് വേണ്ട എന്താണെന്ന് വെച്ചാൽ, അതേ കടായിലേക്ക് തന്നെ ഏകദേശം 1 ടേബിൾ സ്പൂൺ അളവിൽ നെയ്യ് ചേർത്ത് കൊടുക്കാം. നെയ്യ്ക്ക് പകരം നമുക്ക് സാധാരണ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല.
നെയ്യ് ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും പിന്നെ നമുക്കിതിലേക്ക് വേണ്ടതാണ് ഇതുപോലെ ചെറിയൊരു ടീസ്പൂണിൽ ഒരു അര ടീസ്പൂൺ അളവിൽ ചെറിയ ജീരകം എടുത്തിട്ടുണ്ട്, അതുകൂടി ചേർക്കാം. കൂടെ തന്നെ ഒരു അര ടീസ്പൂൺ അളവിൽ കടുകും കൂടി എടുത്തിട്ടുണ്ട്, അതും ചേർക്കുകയാണ്. ഇത് രണ്ടും ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മുടെ ഈ കടുകൊക്കെ നന്നായിട്ടൊന്ന് പൊട്ടി വരട്ടെ. കടുകെല്ലാം ഇതുപോലെ ഒന്ന് പൊട്ടി തുടങ്ങുമ്പോഴത്തേക്കും പിന്നെ നമുക്കിതിലേക്ക് വേണ്ടതാണ് ഇതുപോലെ ഒരു 1/4 കപ്പ് അളവിൽ നിന്ന് വളരെ കുറച്ച് മാത്രമാണ് കപ്പലണ്ടി കൂടി എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞതിന് ശേഷം അതുകൂടി ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ ഒരല്പം കറിവേപ്പിലയും കൂടി. ഇതിനോടൊപ്പം തന്നെ ഒരു പിഞ്ച് അളവിൽ കായപ്പൊടിയും കൂടി ആവശ്യമായിട്ടുണ്ട്. അപ്പോൾ അത്രയും ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇതുപോലെ ചെറിയ രീതിയിൽ ഒന്ന് വഴറ്റി കൊടുക്കണം. അപ്പോൾ ഇത്രയും ആയിക്കഴിഞ്ഞാൽ ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് നമ്മളിതാ വേവിച്ച് മാറ്റി വെച്ചിരിക്കുന്ന നമ്മുടെ ചോറ് കൂടി ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. ഇതിനോടൊപ്പം തന്നെ നമ്മളിതാ പൊടിച്ച് മാറ്റി വെച്ചിരിക്കുന്ന നമ്മുടെ മസാല കൂട്ടും കൂടി ചേർക്കുകയാണ്. ഞാനിപ്പോൾ ഏകദേശം ഇതുപോലെ ഒരു വലിയ സ്പൂണിൽ ഒരു 2 സ്പൂൺ അളവിൽ ചേർക്കുകയാണ്. അത് നമുക്ക് തികഞ്ഞില്ല എന്നുണ്ടെങ്കിൽ പിന്നീട് നമുക്ക് ചേർക്കാവുന്നേ ഉള്ളൂ. ഇതെല്ലാം കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് നമുക്ക് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇതുപോലെ നല്ല രീതിയിൽ പതുക്കെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതിയാവും. നമ്മുടെ അരിയൊക്കെ ഒന്ന് പൊടിഞ്ഞു പോകാത്ത രീതിയിൽ പതുക്കെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതിൽ മസാല കൂട്ട് തികയില്ല, വീണ്ടും നമുക്കിതിലേക്ക് മസാല ചേർക്കണം. നമ്മളിതാ പൊടിച്ചെടുത്ത് കംപ്ലീറ്റ് മസാല കൂട്ടും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതെല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ട് വീണ്ടും ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇതുപോലെ നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഫ്ലെയിം ഈ സമയത്തിലെല്ലാം ഒന്ന് മീഡിയത്തിൽ തന്നെ വെച്ചിരുന്നാൽ മതിയാവും. ഞാനിപ്പോൾ ഇതുപോലെ നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരല്പം ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഒരല്പം ഉപ്പും കൂടി ചേർക്കുകയാണ്. ഈ ഒരളവിൽ ഒരല്പം ഉപ്പും കൂടി ചേർക്കാം. ഉപ്പ് കുറവായതിൻ്റെ പേരിലാണ് കേട്ടോ, അല്ലെങ്കിൽ നമുക്ക് ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒരല്പം കുറവായതിൻ്റെ പേരിലാണ് ഞാൻ ഉപ്പ് ചേർത്തിട്ടുള്ളത്. അതിന് ശേഷം നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കണം. മിക്സ് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള കറിവേപ്പില റൈസ് ഇവിടെ സൂപ്പറായിട്ട് റെഡി ആയിട്ടുണ്ട്. ഇത് ലഞ്ച് ബോക്സിലൊക്കെ കൊടുത്തേക്കാനായിട്ട് വളരെ ടേസ്റ്റി ആയിട്ടാണ് ഉള്ളത്. അതുപോലെ തന്നെ വീട്ടിലാണെന്നുണ്ടെങ്കിൽ ഇതിനോടൊപ്പം ചെറിയ എന്തെങ്കിലും ഒരു സാലഡ് മാത്രം മതിയാവും. തൈര് ചട്നി ഉണ്ടെങ്കിൽ പിന്നെ വേറെ ഒന്നും ഇതിന് കൂട്ടായിട്ട് ആവശ്യമില്ല. അത്യാവശ്യം നല്ല എരിവിലൊക്കെയാണ് നമുക്കിത് കിട്ടുന്നത്. നമ്മുടെ എരിവിനനുസരിച്ചിട്ട് മാത്രം നമുക്കിതിലേക്ക് വറ്റൽമുളകും ചേർക്കാവുന്നതേ ഉള്ളൂ. ഉറപ്പായിട്ട് നിങ്ങളൊന്ന് തയ്യാറാക്കി നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്ക് എനിക്ക് മറക്കാതെ ഒന്ന് അറിയിക്കണം. കാരണം നിങ്ങളുടെ ഫീഡ്ബാക്ക് കാണുമ്പോൾ മാത്രമാണ് അത് മറ്റുള്ളവർക്കും തയ്യാറാക്കി നോക്കണം എന്നുള്ളൊരു പ്രചോദനം ഉണ്ടാകുന്നത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്തേക്കണം. കൂടെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. വീണ്ടും നല്ലൊരു ഉഷാറ് വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. അതുവരേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക, എല്ലാവരും സേഫ് ആയിട്ടിരിക്കണം. ടേക്ക് കെയർ ഫ്രണ്ട്സ്.